ജന്തർ മന്ദറിൽ നടത്തിയ സമരം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിജെപി. കേന്ദ്രം വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറുന്നത് രാജ്യത്തെ യുവാക്കളോടുള്ള വിശ്വാസവഞ്ചനയാണ്. ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ജന്തർ മന്ദറിലേതിന് സമാനമായ മറ്റൊരു സമരത്തിന് തയ്യാറാകുമെന്നും സിജെപി മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട പട്ടിക സർക്കാർ ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ലെന്ന് സിജെപി ആരോപിച്ചു. സമരം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നൽകിയ ഉറപ്പുകളിൽ നിന്നും സർക്കാർ ഇപ്പോൾ പിന്മാറാൻ ശ്രമിക്കുകയാണെന്ന് സിജെപി സഹ കൺവീനർ സൗരവ് ദാസ്, ലീഗൽ അഫയേഴ്സ് ലീഡ് രത്ന സിംഗ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് പരമാവധി നഷ്ടപരിഹാരം നൽകും. കേന്ദ്ര സർക്കാരും എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ പിൻവലിക്കും. ഭാവിയിൽ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കില്ല തുടങ്ങിയ ഉറപ്പുകളാണ് സർക്കാർ നൽകിയതെന്ന് സിജെപി പറഞ്ഞു. പരീക്ഷാ പരിഷ്കരണത്തിനായുള്ള തങ്ങളുടെ 5 നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയതായി നേതൃത്വം പറഞ്ഞു. നാളെ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുമെന്ന് സിജെപി അറിയിച്ചു. രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സംഘടനയെ പിന്തുണയ്ക്കുന്നവരും അടുത്ത നീക്കത്തിനായി തയ്യാറായിരിക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നേടിയെടുക്കാൻ സമരത്തിന് കഴിഞ്ഞെങ്കിലും യുവാക്കൾക്ക് നൽകിയ ഓരോ ഉറപ്പും നടപ്പാക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന് സിജെപി വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടിയെടുക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ 20-ന് സിജെപി ആരംഭിച്ച സമരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് പിന്നാലെ ജൂലൈ 25-നാണ് അവസാനിച്ചത്. 1 മാസമായിട്ടും സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തതോടെയാണ് സംഘടന വീണ്ടും സമരപാതയിലേക്ക് തിരിയുന്നത്.